morning, guys. രാവിലെ തന്നെ എണീറ്റിട്ട് ഒരുത്തി ഇവിടെ ചക്ക തിന്നോണ്ടിരിക്കുക. അത് ഇന്നലെ ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് കുറേ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അമ്മ ചക്ക ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ചക്ക വേണമെന്ന് പറഞ്ഞ സമയത്ത് ഒരു ചക്ക മൊത്തം അതിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് മറ്റേ ഇങ്ങനെ 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 കഷ്ണം കഷ്ണാക്കിയിട്ട് വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ബാഗില്. ഇന്നലെ മുതൽ തിന്നാൻ തുടങ്ങിയതാ ചക്ക. ഇന്നലെ രാത്രി, ഇന്നലെ ഉച്ചയ്ക്ക്, ഇന്നലെ രാവിലെ ഒക്കെ ചക്ക തിന്നത് അങ്ങോട്ട് തീർത്തു എന്ന് പറയാം. എന്നിട്ട് ഇപ്പൊ അതാ ഉറക്കത്തുനിന്ന് എണീറ്റിട്ട് പല്ലുപോലും തേക്കാതെ ഒരു തീ കാണിച്ചു കൊടുക്കേ. ആ കുടുക്കെടുത്ത ഇതാ ഈ കുടുക്ക നിറയെ ചക്ക ഉണ്ടായിരുന്നു. ഇത് ഇരുന്ന് തിന്നോണ്ടിരിക്ക രാവിലെ തന്നെ. ഞാൻ എണീക്കുമ്പോ കാണുന്നതാ. എക്സ്പയറി കഴിയണതിന് മുന്നേ വേഗം തിന്ന് നിൽക്കണം മറ്റാൾ. ഇപ്പൊ ഇന്നത്തെ ഇവിടെ കുറച്ച് വലിയ പരിപാടികളൊന്നുമില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്തു പോന്നു. ഡ്രസ്സ് 2 വാങ്ങണമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ഇന്ന് തന്നെ നമ്മള് ഹോം. ദിസ് ഈസ് ദ അപ്പാർട്ട്മെന്റ്. 3rd floor ആണ് ഗൈസ്. വ്യൂ. സോ ഗൈസ്, ഞങ്ങളിപ്പം ചായ കുടിക്കാൻ വേണ്ടി പുറത്തു പോകാനൊക്കെയാണ്. ഓ, ഇന്ന് സൺഡേ ആണല്ലേ. വെറുതെ അല്ല ആരും എണീക്കാത്തതും. അവിടെ ഒന്നും ആരും എണീക്കാത്തത്. ഗേറ്റ് ഒക്കെ നമ്മളപ്പല്ലേ തുറന്നേ. സൺഡേ ഹോളിഡേ ആണ് ഗൈസ്. എല്ലാരും ഇവിടെ കിടന്നുറങ്ങുക. ഞങ്ങൾ മാത്രം എണീച്ച് നടക്കുന്നു. ചായ കുടിക്കാനല്ലേ? ചായ കുടിക്കാൻ അവിടെ വീട്ടിൽ ചായ ഉണ്ടാവും. ആ ഉണ്ട്, നല്ല മണുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയപ്പോ മസാല കുത്തിന്റെ മണുണ്ട്. ഇവരെ കടലക്കറിയൊക്കെ കണ്ടിട്ടില്ലേ? നല്ല മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ആക്കി എടുക്കും. അത് ഇവന്ന് പറയുമ്പോ സെയിം ടേസ്റ്റ് ആയിരിക്കും. എല്ലാത്തിനും സെയിം ടേസ്റ്റ് ആയിരിക്കും. ഇതാണ് ഗൈസ് ഇവിടുത്തെ മസാല ദോശ. ഭയങ്കര മസാല ഇരിക്കും. നല്ല കട്ടിയുള്ള ദോശ. സ്നോ സ്ട്രിപ്സ് വാങ്ങാൻ വന്നാണ് ഗൈസ്. ഇതാണ് ഫാൻ. അയ്യോ, നോ സ്ട്രിപ്സ് അല്ലല്ലോ. നോ സ്ട്രിപ്സ് അല്ല, നോ സ്പിൻസ്. ഫാൻസി റേറ്റ് കൊണ്ടിട്ടോ, നല്ല റേറ്റ് ഉണ്ട്. എടി ഇവിടെ വാ, ഇവിടെ വാ. ഇതെന്താ ഡാൻസ് കളിക്കത്? ഓക്കേ. ഇവിടെ ഇല്ലാത്ത ഇല്ല അല്ലേ. ഒരു ഫാൻസി കടയാണ്, പക്ഷെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ആ കാണുന്നത് ഒരു കോളേജാണ്. ഒരു സപ്തഗിരി എഞ്ചിനീയറിംഗ് കോളേജാണത്. പാലസ് പോലെ പണിത് വെച്ചിട്ടുണ്ട്. ആ കണ്ട കോളേജ് ഞങ്ങളെ സപ്തഗിരിന്റെ എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവരെ കോളേജ് കാണാൻ നല്ല അടിപൊളിയാണ്, മെഡിക്കൽ കോളേജ് എന്ന്. അല്ല, വെള്ളപ്പെയിന്റ് ആണ്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു അലങ്കാരപ്രദമാക്കൂലേ ഒരിക്കലും ഒരു മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് എത്ര അലങ്കാരം ആക്കിയിട്ടുണ്ടെങ്കിലും ലൈക്ക് മാറി നാളെ വണ്ടി അവിടെ കൊണ്ടുപോകും.
അപ്പൊ നായനെ ചോദിച്ചോട്ടെ. മൂലയ്ക്ക് നായ, ഒരു മൂലയ്ക്ക് വണ്ടി, മൊത്തത്തില് സീത. ഇവിടെ എല്ലാ വീടിന്റെയും അറ്റത്ത് എന്താ പറയാ ഡോറിൽ ഒരു നായ കിടന്നുറങ്ങുണ്ടാവും. സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ല ഇവിടെ. ഈ വീടല്ല അല്ലേ, ഇപ്പൊ വീട് മാറി കയറിയത് ഞാനവിടെ ആൾക്കാരെടുത്തുനിന്ന്. അയ്യോ, 18 വഴി കേറുമ്പോഴേക്കും മനുഷ്യ ചാവും. വീണ്ടും വന്നു കിടന്നു. നെയിൽ പോളിഷ് വാങ്ങിച്ചു ഞാൻ, നെയിൽ ആർട്ട് ചെയ്തു ഞാൻ. ഇത് ആക്ച്വലി നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഇതിൽ കാണാനൊരു രസമില്ല. അങ്ങനെ ഞങ്ങള് കാണുന്നുണ്ടോ? അങ്ങനെ ഞങ്ങൾ പിന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. എന്തിനാ? ഫുഡ് കഴിക്കാൻ. ഇവിടെ ഒരു മലയാളി കടയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. കടന്നില്ല. സോ അവിടെ പോയി നല്ലൊരു ബിരിയാണി കഴിക്കാം. അവരൊക്കെ നോക്കും നമ്മളെ വീട്ടിൽ കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. ഇത് കുറച്ച് ഗ്രാമ സ്ഥലമാണ്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും മാറി ഒരു ഗ്രാമപ്രദേശത്താണ് നമ്മളെ കോളേജ്. മാറി കൊടുക്കാം, അല്ലെങ്കിൽ ആ വണ്ടിന്റെ മുന്നിലിരുന്ന് പോണ്ടി വരും. ഇവിടെ ട്രാഫിക്കില് നമ്മൾ നടക്കുന്ന പോലെ ഇങ്ങനെ മെല്ലെ കോളേജ് പഠിക്കുന്ന സമയത്ത് ബസ് ഇറങ്ങുമല്ലോ, 5:30 എന്നാണ് ബസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പിന്ന് ആ ബസ് ചിലപ്പോ പുത്തണ്ടാണ് എത്തിയാലായിരിക്കും. എന്നുവെച്ചാൽ ബസ് എത്തുന്നിടത്ത് എത്തിയിട്ടാണ് ഓള് വീട്ടിലെത്തുക. അങ്ങനെ മെല്ലെ നടന്നു വരുള്ളൂ. അതേപോലെ നടക്കാൻ ഇവിടെ പറ്റില്ല. അങ്ങനെ നടക്കാൻ പറ്റില്ല ഇവിടെ. അമ്മാതിരി ആൾക്കാരും നമ്മളെ കൊണ്ടുപോകും. ഇപ്പൊ റോഡിന്റെ തൊട്ട് നമ്മൾ കേരളത്തില് വക്ക് നമ്മളിങ്ങനെ റോട്ടുമ്മേക്ക് കേറിയിട്ടുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വാക്കിംഗ് ഏരിയന്റെ അല്ലാതെ വേറെ സ്ഥലത്ത് നിന്ന് റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ റോഡിലൊക്കെ നമ്മളങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെന്ന് പറഞ്ഞാല് ഇവിടെ ഫുള്ള് മലയാളീസ് ആണ്. ഇപ്പൊ ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മളെ തന്നെ നോക്കണം. അതാണ് ആ കോളേജ് കണ്ട, പാലസ് പോലെയുള്ള വലിയൊരു കോളേജ് ഉണ്ടാക്കിയിട്ട് ആരും മെഡിക്കൽ ഫീൽഡ് എടുത്ത ആൾക്കാർക്ക് അറിയാം. 4ാമത്തെ വർഷം കഴിഞ്ഞ് അവര് ജോലിക്ക് കയറുമ്പോഴായിരിക്കും തിരിച്ചറിവ് വരാം എന്തിനാണ് മെഡിക്കൽ ഫീൽഡ് എടുത്തുള്ളത്. നീ കുറെ നടക്കാണ്ടോ? നടക്കാനൊന്നും വയ്യ. പിന്നെ ഒരു സുഖം തന്നെ പറയാ, നാട്ടിലത്തെ പോലെ ചൂടൊന്നുമില്ല ഇവിടെ. മലയാളി ചെക്കന്മാരാട്ടോ അത്. ഞങ്ങള് ബിരിയാണി ആയിരുന്നു തിന്നത്, എടുക്കാൻ പറ്റിയില്ല. എന്താ അറിയില്ല, എപ്പൊ ഫുഡ് കണ്ടാലും ഇരുന്ന് തിന്നു പെട്ടത് എടുക്കാൻ മറന്നു പോവാണ് ഗൈസ്. കിടിലൻ ബിരിയാണി തിന്നു, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുവരെ വെറുതെ നോക്കുന്നല്ലേ. ഇനി കടയിൽ ഒന്നാമത് നല്ല തിരക്കായിരുന്നു. അപ്പൊ സീറ്റ് കിട്ടിയിട്ട് കേറി ഇരുന്ന് വേഗം തിന്ന്. തിന്നല് കഴിഞ്ഞു. ഭാഗ്യത്തിനാണ് എണീക്കുന്നതിന് മുന്നേ പറഞ്ഞ ഓർമ്മ മുന്നേ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ 2 ക്ലിപ്പ് എടുത്ത്. ദാറ്റ്സ് ഇറ്റ്. ഇനിയിപ്പോ ബിരിയാണി നിറഞ്ഞപ്പോ എന്തെങ്കിലും സോഡ, ഒരു തരിപ്പല്ലേ, ഒരു ചെറിയൊരു തരിപ്പ് മിറിണ്ട നെയിലാർട്ട് ഞാൻ പൈസ കൊടുത്ത് ചെയ്യിച്ചു. ഞാൻ നെയിലാർട്ട് പൈസ നോക്കില്ല, പൈസ വാരി എറിഞ്ഞ്. അങ്ങനെ തെണ്ടി നടക്കനെ. ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു സ്കൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ എത്തണ്ടോർത്ത് എത്തിണ്ടാവും. ഇതാണ് ഇവരെ ജംഗ്ഷൻ, കിർലോസ്കർ.
കിർലോസ്കർ ജംഗ്ഷൻ. എനിക്ക് എൻ്റെ ഒരു കഴിവ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എത്ര മെല്ലെ വേണമെങ്കിലും നടക്കാം, പക്ഷെ സ്പീഡ് നടക്കാൻ പറ്റൂല. അരിച്ചരിച്ച് നടക്കാനുള്ളൊരു കഴിവുണ്ട്. കണ്ടോ എന്ത് വലിയ നടക്കുന്നത്. അറിയണില്ല പിടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നടക്കുന്നത് നമ്മൾ അറിയരുത് എന്നാണ്. അങ്ങനെ മെല്ലെ അരിയണം. കൊറിയൻ ഫിറ്റ് എങ്ങനെയാണ് ഇട്ടത്? കാലാണോന്നുണ്ടോ? കൈ കിട്ടിയത് കാല് കിട്ടി. ഇത് ഇവിടെ നിന്ന് കണ്ടായിരിക്കുമോ? ഇവിടെ കാണപ്പെടും. ഷെയിനാണത്. പണ്ട് കൊറോണ സമയത്ത് ഷെയിൻ എന്ന് പറഞ്ഞ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയിൽ നന്നായി ചെയ്തോണ്ടായിരിക്കും. രസമുണ്ട്. കൊള്ളാം. ബീച്ചി വൈബ്. ഗോവ പോകുമ്പോഴാ 800 rupees. ഇവിടെ പൈസ കൂടുതലുണ്ടല്ലേ? ഒക്കെ ബീച്ച് വൈബ് ഡ്രസ്സാട്ടാ. ഇത്ര നേരം ഒരു വണ്ടി ഇല്ലാതെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോ ഇല്ലാത്ത വണ്ടി ഇല്ല. കൂടെ രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നു, പിന്നെ നടക്കില്ല. ഫുഡ് കഴിക്കുന്നു, പോയി കിടന്നുറങ്ങുന്നു. അത് ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം ഇറങ്ങി ഫുഡ് കഴിച്ചു. ഇതിപ്പോൾ കുറച്ചു നേരം തെണ്ടി നടക്കുന്നു. ദെൻ ബാക്ക് ടു റൂം. ഇനി വൈകുന്നേരം ഒരു ഇറക്കുണ്ട്, വെട്ടിങ് ഇറക്കി എടുത്തിട്ട് നേരെ വീട്ടിലോട്ട്. ഫൈനലി നമ്മൾ പോവാണ്. ഊബറൊക്കെ വിളിച്ചു. ഇവിടുന്ന് ഒരു മണിക്കൂറല്ലേ, 1 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. നമ്മൾ ബസ്സാണെങ്കിൽ ഇനി ഒരു 10 മണിക്കാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് സാവധാനം കയറാം എന്നുള്ളൊരു പരിപാടിയിലാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ആൾക്കാർ തട്ടിയിട്ടിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ വണ്ടി ഓടിക്കുക. ഞങ്ങളെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് ഇവിടെ ബാംഗ്ലൂർ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോയിൽ പോകാൻ. ബിക്കോസ് ഈ സൈഡിലിരിക്കുമ്പോ എനിക്ക് കാണാൻ പറ്റുന്ന ഈ സൈഡിലിരിക്കുന്ന സമയത്ത് തൊട്ടടുത്തുകൂടെ വണ്ടി കണ്ട് പാസ് ചെയ്ത് പോകും. അതെന്തോ ഇവിടെ പരിപാടി നടത്തുന്നുണ്ടെന്ന് തോന്നുന്നുട്ടോ. സംഭവം എന്തോ പരിപാടി. സോ ഗൈസ് ബൈ. നമ്മൾ പോവുകയാണ്. ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടാവുന്നു. 10 മണിക്കാണ് ബസ്. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ സാവധാനം പോകും. അല്ലെങ്കിൽ ലോഡ് ട്രാഫിക്കാണ്. ട്രാഫിക്കും ബ്ലോക്കും സിഗ്നൽസും ഒക്കെ കടന്നിട്ട് എപ്പോഴാണോ ഇനിയിപ്പോൾ അവിടെ എത്തുക. ബസ് കയറുന്നതിന് മുന്നേ വല്ലതും ഞം തിന്നാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. ഷവർമ ഓർഡർ ചെയ്തു. പണ്ടൊരുത്തി AC ബസ്സിൽ ബിരിയാണി തിന്നെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഇറക്കി വിട്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ബസ്സിലോട്ട് ഫുഡൊന്നും കൊണ്ടുപോകില്ല. നേരത്തെ ഫുഡ് കഴിച്ചിട്ട് ബസ്സിൽ കയറാൻ വിചാരിച്ചു. ഓടെന്ന് പറഞ്ഞപ്പോ ഇതുകൊണ്ട് നോക്കാം ഇത്രയൊന്നും എന്റെ കയ്യിൽ. ലൈസൊക്കെ ഇല്ലേ ബാഗിലിരിക്കണ? 3 ലൈസും 2 ബിസ്ക്കറ്റും ഒക്കെ ബാഗിൽ കുത്തി നിറച്ചിട്ട് എന്നിട്ട് പോരാത്തേന് ഇതൊക്കെ അല്ല. അതല്ല, ഊബറിന്ന് ഇറങ്ങുമ്പോ എന്താ പറഞ്ഞിരുന്നേ? റോള് തിന്നാ. ഇപ്പൊ അതെന്ത് തിന്നോണ്ടിരിക്കണത്? ഒരു റേറ്റൊന്നുമില്ല.
സോ ഗൈസ് ഞങ്ങള് ബസ് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ഒരുത്തി അവിടെ ഇരിക്കുന്നുണ്ട്. മെയിൻ റോഡിൽ തന്നെയാണ് KSRTC ബസ് സ്റ്റാൻഡിനടുത്ത്. നമുക്ക് അവിടെ പോയി ഇരിക്കാമായിരുന്നു, പക്ഷെ ഞങ്ങൾ പോകുന്നില്ല. കാരണം അല്ല, KSRTC ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തിരിക്കുക. അവിടെ ഇരുന്നാൽ മതിയായിരുന്നു, പക്ഷെ ഇപ്പൊ ഇവിടെ കണ്ടിരുന്നു. ഇപ്പൊ വയ്യ കൊണ്ട് പോവാൻ. 2 എന്നിട്ട് ബാംഗ്ലൂർ അറിയില്ല എന്ന് പറയുന്നത് ആദ്യമായിട്ട്. ബാംഗ്ലൂർ അതാ വെള്ളം തട്ടിട്ടാ. നമ്മൾ ആദ്യം ഇരുന്ന സ്ഥലത്ത് നിന്ന് മാറി ഒരു കടേന്റെ അടിയിലിരിക്കുന്നു. പിന്നെ നാട്ടിലല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അവിടെ പിന്നെ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല. ആൾക്കാർക്ക് അറിയില്ലല്ലോ. മലയാളീസ് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഹിന്ദിക്കാരെ പോലെ പെരുമാറും. നോക്കാതിരുന്നാ മതി. മലയാളികളെ കാട്ടിക്കൂട്ടലാണ് മാറ്റിയത് തന്നെ അവർക്ക് മനസ്സിലാവും. ഇത് മലയാളി അല്ലാതെ. ബസ് വന്ന ഒരുത്തി റോഡിൽ പോയി കയറത്. അവര് പറഞ്ഞ് പുറകെ വരുന്ന ബസ്സാ നിങ്ങളെല്ലാം. ഇന്നൊന്നും കിട്ടില്ല ശേഷം ഫൈനലി ബസ് കിട്ടി. ഒറിജിനൽ ബസ് കിട്ടി. എന്താണ് പറയാനുള്ളത്? നമുക്ക് പെട്ടെന്ന് പോക്കുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ബുക്ക് ചെയ്ത സമയത്ത് സീറ്റ് വളരെ കുറവായിരുന്നു. അപ്പൊ എനിക്ക് ബാക്കിന്റെ സീറ്റൊക്കെ ഉണ്ട്. ബാക്കിന്റെ സീറ്റ് കിട്ടിയപ്പോൾ വല്ലാണ്ട് കുലുക്കൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. അവിടെ കുലുക്കുണ്ട്.